നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂരിൽ ബാർ ഹോട്ടലിന് സമീപത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കൊട്ടാരക്കര റൂറൽ SP സുരേന്ദ്രൻ സ്ഥലത്തെത്തി തെളിവെടുത്തു. പുനലൂരും കടക്കിലുമടക്കം ജില്ലയിൽ 4 സ്റ്റേഷനുകളിലെ SIമാർക്ക് സ്ഥലം മാറ്റം. ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് DYFI പ്രവർത്തകർ പൂട്ടിയിട്ടു. റേഷനരി കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ തെന്മല പോലീസിന്റെ പിടിയിൽ. പിടിയിലായ പ്രതികൾ റിമാൻഡിലായി. പുനലൂരിലെ വിവിധ സ്വകാര്യ ലാബുകളിലെ രോഗനിർണയ പരിശോധനാ ഫലങ്ങൾ കൃത്യമല്ലെന്ന് പരാതി. സ്വകാര്യ ലാബുകളിൽ നിന്നും ലഭ്യമാകുന്നത് നിസ്സാര രോഗികളെ പോലും മാരക രോഗികളാക്കുന്ന പരിശോധനാ ഫലങ്ങളെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. പുനലൂരിലെ ബാർ ഹോട്ടലിന് സമീപത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. റൂറൽ SP സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തെളിവെടുപ്പ് നടത്തി. ബാർ ഹോട്ടലിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തിങ്കളാഴ്ച രാവിലെയാണ് TB ജംഗ്ഷനിലെ കുമാർ പാലസ് ബാർ ഹോട്ടലിന് സമീപത്തെ കോൺഗ്രസ് ഭവന് മുന്നിൽ മരച്ചുവട്ടിൽ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ദുർഗന്ധവും കൃമികളും നുരയ്ക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവസ്ഥലം പരിശോധിച്ച പോലീസ് നായ കഴിഞ്ഞ ദിവസം മൃതദേഹം കിടന്ന സ്ഥലത്തുനിന്ന് ബാർ ഹോട്ടലിന്റെ ജനറേറ്റർ റൂം വരെ എത്തി നിന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് മൃതദേഹത്തിലുണ്ടായിരുന്ന പുഴുക്കളെ കണ്ടെത്തി. മൃതദേഹത്തിന്റെ അതേ ദുർഗന്ധവും ഈ ഭാഗത്ത് വ്യക്തമായി. ഇതേ തുടർന്നാണ് ബാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിൽ ആഴത്തിൽ എന്തോ തറച്ചുള്ള മരണമാണെന്ന് വ്യക്തമായതായി സൂചനയുണ്ട്. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചുറ്റുപാടും അന്വേഷിച്ചതിൽ ഇവിടുത്തെ ഈ ഹോട്ടലിന്റെ ജനറേറ്റർ വെച്ചിരിക്കുന്ന ഷെഡിനടുത്തും ഇതിന്റെ ഈ ബോഡി ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു തെളിവ് കിട്ടി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലും പരിസരവും എല്ലാം തന്നെ വിശദമായിട്ട് നോക്കുന്നുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ ബോഡിയുടെ ആണോ, ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട്, അത് ഈ ഹോട്ടലിന്റെ ആരെങ്കിലും ജീവനക്കാർ ഇവിടെ വന്നിട്ടുള്ളോ, ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ, അത് പുറത്തുനിന്നാണോ, എവിടെയാണ്, പുറത്തുനിന്നും ഇവിടുന്നും ഉള്ളതെല്ലാം തന്നെ വിശദമായിട്ട് അത് പരിശോധിക്കുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് ഡെഡ് ബോഡി ഇത് ആരോ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കഴുത്തിൽ എന്തോ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കൊലപാതകമാണെന്നുള്ളതാണ് ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ലെവലിൽ ഇത് അന്വേഷിക്കുന്നുണ്ട്. DYSP റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും സ്പോട്ടിലെത്തിയിട്ടുള്ളത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തത് പോലീസിന് തലവേദനയായിരിക്കുകയാണ്. എവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്, മൃതദേഹം എങ്ങനെയാണ് മരച്ചുവട്ടിൽ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. 2ാമത്തെ നിലയിലെ ഗോഡൌണിന് സമീപത്ത് നിന്ന് മൃതദേഹത്തിൽ നിന്ന് ഉയർന്നതിന് സമാനമായ ദുർഗന്ധം ഉയർന്നതിനാൽ ചൊവ്വാഴ്ച ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി വീണ്ടും പരിശോധന നടത്തി. ഹോട്ടൽ പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലായി. ജീവനക്കാരെ പുനലൂർ DYSP NA ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവിടെ ഈ ഹോട്ടലിലെ ഉള്ള എംപ്ലോയീസിനെയും വിശദമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല അവരെ മുഴുവൻ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഹോട്ടലിന്റെ ഓരോ ഭാഗങ്ങളിലും ഈ എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന്, ഹോട്ടൽ തൽക്കാലം പൂട്ടിയിടുന്നതിന് ഇപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത്. അത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരും കടക്കിലുമടക്കം ജില്ലയിൽ 4 സ്റ്റേഷനുകളിലെ SIമാർക്ക് സ്ഥലമാറ്റം. കടക്കിൽ SI S ബിനോജ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്കും പുനലൂർ SI ML ബെന്നിലാലു പുത്തൂരിലേക്കും മാറും. ഓപ്പറേഷൻ കുബേര അവസാനിക്കുന്നതുവരെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റില്ലെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും കൊല്ലം ജില്ലയിലെ 4 SIമാർക്കാണ് സ്ഥലമാറ്റമുണ്ടായത്. കടക്കൽ, പുനലൂർ, ഈസ്റ്റ് കല്ലട, പരവൂർ എന്നിവിടങ്ങളിലെ SIമാരെയാണ് സ്ഥലം മാറ്റിയത്. SIമാരുടെ സ്ഥലമാറ്റത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നതായി സൂചനയുണ്ട്. ചില സിവിൽ പോലീസ് ഓഫീസർമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ജില്ലയിൽ സ്ഥലം മാറ്റം ലഭിച്ച ചില SIമാർക്ക് വിനയായത് കൃത്യനിർവഹണത്തിലെ പാളിച്ചയെങ്കിൽ പുനലൂർ SI ബെന്നിലാലുവിന് വിനയായത് കൃത്യനിർവഹണത്തിലെ മികവ്. ബാറിനു സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ദുരൂഹമായ സ്ഥലം മാറ്റം. പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിച്ചുപണിയുടെ ഭാഗമായാണ് ML ബെന്നിലാലു പുനലൂർ സ്റ്റേഷനിൽ SI ആയി ചാർജ് എടുത്തത്. പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ രാഷ്ട്രീയ കീഴ്വഴക്കങ്ങളെ തള്ളിക്കളഞ്ഞ് കൃത്യനിർവഹണത്തിൽ മികവ് കാട്ടിയാണ് ഇദ്ദേഹം പുനലൂരുകാർക്ക് പ്രിയപ്പെട്ടവനായത്. പക്ഷേ ഈ ആത്മാർത്ഥതയും മികവും ബെന്നിലാലുവിനെ പുനലൂരിൽ നിന്ന് പുത്തൂരിലേക്ക് മാറുവാൻ നിർബന്ധിതനാക്കുകയാണ്. പുനലൂരിൽ ബാറിനു സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് SI ബെന്നിലാലുവാണ്. കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ SIയെ അന്വേഷണം പൂർത്തിയാകും മുമ്പ് പുനലൂരിൽ നിന്ന് മാറ്റിയത് ദുരൂഹത ഉണർത്തുന്നു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. പുനലൂരിലെ
സ്വകാര്യ ബാറിന്റെയും കോൺഗ്രസ് ഓഫീസിന്റെയും സമീപത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിനു പിന്നാലെ പുനലൂർ എസ്ഐയെ സ്ഥലം മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഡിവൈഎഫ്ഐ. മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബാറിന്റെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞ സാഹചര്യമുള്ളപ്പോൾ പുനലൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ സഹായത്താൽ കേസ് ഒതുക്കി തീർക്കാനാണ് ബാർ ഉടമയുടെ ശ്രമമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണമെന്നും ഏതെങ്കിലും കാരണവശാൽ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള സമരപരിപാടികളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുമെന്നും ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശരൺ ശശി മുന്നറിയിപ്പ് നൽകി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ ബാറുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സംശയാതീതമായി തെളിയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഈ അന്വേഷണം തുടങ്ങി ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ പുനലൂർ എസ്ഐയെ സ്ഥലം മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബാർ ഉടമയും പ്രദേശത്തെ ചില കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി ഈ കൊലപാതകത്തെ മറച്ചുപിടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റി സംശയിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ ഇതിന്റെ ന്യായമായ ഇതിന്റെ കൊലപാതകളെ കണ്ടെത്തുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചാൽ അതിശക്തമായ സമരപരിപാടികൾക്ക് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് ഈ അവസരത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മുംബൈയിൽ ജോലിക്ക് പോയിരുന്ന യുവാവിനെ പുനലൂരിലെ വീടിന് സമീപം റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന് സമീപം ആത്മഹത്യ ചെയ്ത യുവാവിന്റെ മൃതദേഹം തിരിച്ചറിയാൻ തൊട്ടടുത്തുണ്ടായിരുന്ന പിതാവിനും സഹോദരനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് സാധിച്ചത്. അടുക്കളമൂല ചുടുകട്ട പാലത്തിന് സമീപം പുത്തൻവീട്ടിൽ രവീന്ദ്ര പണിക്കരുടെ മകൻ 42-കാരനായ ശ്രീകുമാറിനെയാണ് ചൊവ്വാഴ്ച രാവിലെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുംബൈയിൽ ജോലി നോക്കിയിരുന്ന ശ്രീകുമാർ ജൂലൈ 2-ന് നാട്ടിലെത്തുമെന്നാണ് വീട്ടുകാരെ അറിയിച്ചിരുന്നത്. അതിനാൽ തന്നെ ചൊവ്വാഴ്ച രാവിലെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മൃതദേഹം കണ്ടെങ്കിലും ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ വീട്ടുകാർക്ക് പോലും സാധിച്ചില്ല. ശ്രീകുമാറിന്റെ പിതാവും രാവിലെ മൃതദേഹം കണ്ടിരുന്നു. മൃതദേഹത്തിന് അരികെ ചെല്ലാതിരുന്നത് കാരണം രവീന്ദ്രന് തന്റെ മകനാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനിടെ തമിഴ്നാട് സ്വദേശി വട്ടിപ്പുരുഷക്കാരനാണ് മരിച്ചതെന്ന വാർത്തയും സ്ഥലത്ത് പരന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് ബാഗും ചെരുപ്പും കണ്ടെത്തി. ബാഗ് പരിശോധിച്ചതിനെ തുടർന്ന് ശ്രീകുമാറിന്റെ ഫോട്ടോയും ഡ്രൈവിംഗ് ലൈസൻസും ലഭിച്ചു. തുടർന്നാണ് ആളെ തിരിച്ചറിയാനായത്. കുടുംബമായി മുംബൈയിലായിരുന്ന ശ്രീകുമാർ ഭാര്യയെ ഇവരുടെ വീട്ടിലെത്തിച്ച ശേഷമാണ് സ്വന്തം വീടിന് സമീപത്ത് എത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലെ വിവിധ സ്വകാര്യ ലാബുകളിലെ രോഗനിർണയ പരിശോധനാ ഫലങ്ങൾ കൃത്യമല്ലെന്ന് പരാതി. നിസാര രോഗികളെ പോലും മാരക രോഗികളാക്കുന്ന പരിശോധനാ ഫലങ്ങളാണ് സ്വകാര്യ ലാബുകളിൽ നിന്നും ലഭ്യമാകുന്നത്. സച്ചിൻ രാജിന്റെ റിപ്പോർട്ട്. കഴുതുരുട്ടി ഇടപ്പാളയം മടത്തിൽ തെക്കേതിൽ വീട്ടിൽ സാബുവാണ് പരാതിയുമായി രംഗത്തു വന്നത്. സാബുവിന്റെ ഭാര്യ ശശികല ബുധനാഴ്ച കൊളസ്ട്രോൾ പരിശോധനയ്ക്കായി പുനലൂരിലെ ഒരു പ്രമുഖ സ്വകാര്യ ലാബിനെ സമീപിച്ചു. പരിശോധനാ ഫലം 495 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നായിരുന്നു. ഇതുമായി ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടറെ ചികിത്സയ്ക്കായി സമീപിച്ചു. പരിശോധനാ ഫലത്തിൽ സംശയം തോന്നിയ ഡോക്ടർ അടുത്ത ദിവസം ഒന്നുകൂടി കൊളസ്ട്രോൾ പരിശോധന നടത്താൻ രോഗിക്ക് നിർദ്ദേശവും നൽകി. വ്യാഴാഴ്ച ഇതേ സ്ഥാപനത്തിൽ വീണ്ടും കൊളസ്ട്രോൾ പരിശോധനയ്ക്ക് രോഗി വിധേയമായി. പരിശോധനാ ഫലം 461 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നായിരുന്നു. ഇതുമായി വീണ്ടും ഡോക്ടറെ സമീപിച്ചു. പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊളസ്ട്രോളിന്റെ തോത് വളരെ കൂടുതലാണെന്നും അതിനാൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും ആധുനിക സൌകര്യമുള്ള മറ്റേതെങ്കിലും ആശുപത്രിയെ സമീപിക്കാനും ഡോക്ടർ നിർദ്ദേശം നൽകി. എന്നാൽ ശാരീരിക അസ്വസ്ഥതകളൊന്നും പ്രകടമാകാത്ത തനിക്ക് കൂടിയ തോതിൽ കൊളസ്ട്രോൾ രേഖപ്പെടുത്തിയതിൽ സംശയം തോന്നിയ ശശികല മറ്റൊരു സ്വകാര്യ ലാബിൽ വീണ്ടും കൊളസ്ട്രോൾ പരിശോധിപ്പിച്ചു. എന്നാൽ ഈ ലാബിൽ പരിശോധനാ ഫലത്തിൽ കൊളസ്ട്രോൾ 254 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആദ്യ ഫലത്തിൽ നിന്നും 261 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ കൊളസ്ട്രോളിന്റെ കുറവ്. ഈ രണ്ട് പരിശോധനാ ഫലങ്ങളുമായി വീണ്ടും രോഗി ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇതിൽ ഏത് പരിശോധനാ ഫലമനുസരിച്ച് താൻ ചികിത്സിക്കുമെന്നാണ് ഡോക്ടർ ചോദിച്ചത്. എന്റെ പേര് സാബു. എന്റെ ഭാര്യ രശയിലേക്ക് കൊളസ്ട്രോൾ ആയി. ഇന്നലെ ട്രിവാൻഡ്രം സ്കാനിങ് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ 495 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് പറ്റുന്ന കേസല്ല, ഇത് ഇംഗ്ലീഷ് മരുന്നായിട്ട് ഹോമിയോയിലായിരുന്നു ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നും പോയി ചെക്ക് ചെയ്തപ്പോൾ ട്രിവാൻഡ്രം സ്കാനിൽ തന്നെ ഇന്നും പോയി ചെക്ക് ചെയ്തപ്പം 461 വേറെ അടുത്തുള്ള കിങ്സിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ 254 കൊളസ്ട്രോൾ ഉണ്ട്. ഇതിലേതാണ് ഇത് തുണ്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെയ്യുന്ന ഡോക്ടർ ചോദിച്ചു ഞാൻ ഇതിലേതിനാണ് ചികിത്സിക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ സംതിങ്ങിലിരിക്കുക, അതെന്താണെന്ന് അറിയത്തില്ല. ഇത്തരത്തിൽ നിസാര രോഗവുമായി എത്തുന്ന രോഗികളെ മാറാ രോഗികളാക്കുന്ന തരത്തിലാണ് പല സ്വകാര്യ ലാബുകളും പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വന്തം ഗവേഷണങ്ങൾ ആയുർവേദ ചികിത്സയിൽ സമന്വയിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത് വ്യത്യസ്തത പുലർത്തി മുന്നേറുകയാണ് പത്തനാപുരം സ്വദേശിയായ ഡോക്ടർ ശ്രീല വിപിൻ. ഡോക്ടേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ട് പ്രദീപ് ഗുരുകുലം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
ഡോക്ടർ ശ്രീല ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദത്തിനൊപ്പം പ്രകൃതി ചികിത്സയും യോഗയുമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നൂതന ചികിത്സാ രീതിയാണ് ഈ യുവ ഡോക്ടറെ ശ്രദ്ധേയയാക്കുന്നത്. ഈ സമന്വയ ചികിത്സാ സമ്പ്രദായം വിവിധ തരത്തിലുള്ള രോഗികളിൽ ഫലം കണ്ടുവരികയാണ്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സയിലൂടെ ധാരാളം രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഈ യുവ ഡോക്ടർക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഡോക്ടർ ശ്രീലയെ തേടി രോഗികൾ എത്തുന്നുണ്ട്. പത്തനാപുരത്തും കരുനാഗപ്പള്ളിയിലുമായി പ്രവർത്തിക്കുന്ന ആയുർശ്രീ ആയുർവേദ ആശുപത്രി ഈ രംഗത്തെ അനന്ത സാധ്യതകൾ തിരിച്ചറിയാനുള്ള ഗവേഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ രംഗത്തെ പഠനത്തിനായി അപൂർവങ്ങളായ നിരവധി ഗ്രന്ഥങ്ങളുടെ വലിയ ശേഖരവും പത്തനാപുരത്തെ ആയുശ്രീ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും പഠനത്തിനുമായി ഔഷധ സസ്യങ്ങളും ഇവിടെ പരിപാലിക്കുന്നുണ്ട്. രോഗികളെ വീട്ടിലെന്ന പോലെ ഒപ്പം താമസിപ്പിച്ചാണ് ശുശ്രൂഷയും പരിചരണവും നൽകുന്നത്. അതിരാവിലെ തന്നെ യോഗയും വ്യായാമമുറകളും ആരംഭിക്കും. യോഗയും ധ്യാനവും ഒപ്പം ശരീരത്തിൽ ഊർജ്ജപ്രവാഹം സൃഷ്ടിക്കുന്ന ചികിത്സയും കൂടിയാകുന്നതോടെ രോഗികൾ സൌഖ്യം പ്രാപിക്കുന്നു. വ്യത്യസ്തമായ തന്റെ ചികിത്സാ രീതിയെപ്പറ്റി ഡോക്ടർ ശ്രീല ഇങ്ങനെ പ്രതികരിച്ചു. ആയുർവേദവും യോഗയും നാച്ചുറോപ്പതിയും, അതായത് പ്രകൃതി ചികിത്സയും കൂടി സമന്വയിപ്പിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നവീനമായ ചികിത്സാ രീതിയുടെ ഗുണഭോക്താക്കളായി കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും, ഇന്ത്യയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമായും ധാരാളം ആളുകൾ ഇവിടെ ചികിത്സയ്ക്കായി എത്താറുണ്ട്. ഈ 3 ചികിത്സയും സമന്വയിപ്പിക്കുന്നതിനാവശ്യമായ ഡോക്ടർമാരും അതുതന്നെ അസിസ്റ്റന്റുമാരും ഇവിടെ ധാരാളമുണ്ട്. ഗുണമേന്മയുള്ള ഔഷധങ്ങൾ രോഗികൾക്ക് നൽകുന്നതിനായി ഗുണമേന്മയുള്ള ഔഷധത്തോട്ടവും പ്രൊഡക്ഷൻ യൂണിറ്റും ഞങ്ങൾക്കുണ്ട്. പക്ഷാഘാതത്തിന് ഈ സങ്കര ചികിത്സ ഏറെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതോടെ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി പേർ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ശരീരം പൂർണ്ണമായി കിടപ്പിലായതിനെ തുടർന്ന് പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് എത്തിയ ഗുരുചരൺ സിംഗ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചികിത്സയിൽ രോഗമുക്തിയുണ്ടായത് പ്രതീക്ഷ നൽകുന്നുവെന്ന് ഉത്തരേന്ത്യക്കാരിയും ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയുമായ മീനു ശാന്ത് ലൈവ് വാർത്തയോട് പറഞ്ഞു. My husband is suffering from paralyzed from the past year, and at one place the modern medicine it gets stopped, and doctor told that we can't do anything, this is your destiny. Then we were very depressed, and somehow but internally we know that in Ayurveda we get all the things which we need at present. That's why with our uncle and with my family and with my husband we all came here, and from the past 20 days we were here, and the treatment which Dr. Shrila is giving at home as well as at hospital is very, very appreciable, and it is mixed treatment. We had never ever seen such types of spas and massage, and treatment is very, very curable. സമന്വയ ചികിത്സയിൽ ഗവേഷണത്തിന് ഡോക്ടർ ശ്രീല ഇതിനകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റേഷനറി കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ തെന്മല പോലീസ് പിടികൂടി. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. തെന്മല സ്വദേശി അച്ചു, ഇടമൺ സ്വദേശിയും ജീപ്പ് ഡ്രൈവറുമായ സൈമൺ എന്നിവരെയാണ് തെന്മല SI സുധീഷ് VPയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ അറസ്റ്റ് ചെയ്തത്. ഈ അടുത്ത കാലത്തായി കിഴക്കൻ മേഖലയിൽ അരികടത്ത് വ്യാപകമാവുകയാണ്. ഇടമണ്ണിൽ സപ്ലൈ ഓഫീസർ നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും റേഷനറി കണ്ടെടുത്തിരുന്നു. പ്രതികളിൽ അച്ചു എന്നയാൾ നേരത്തെ അബ്കാരി കേസിൽ പ്രതിയാണ്. കിഴക്കൻ മേഖലയിൽ അരികടത്തുമായി ബന്ധപ്പെട്ട് വലിയ ലോബി പ്രവർത്തിക്കുന്നുവെന്ന് പോലീസിന് സൂചനകളും ലഭിച്ചിട്ടുണ്ട്. കേസിലെ പ്രതികളെ ചൊവ്വാഴ്ച റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടിയിട്ടു. ചൊവ്വാഴ്ച രാവിലെ പ്രകടനമായെത്തിയ പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി സൂപ്രണ്ട് പ്രീതി ജെയിംസിനോട് ആവശ്യങ്ങൾ അറിയിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു നൽകുക, ആശുപത്രിയിലെ രാത്രികാല സാമൂഹിക വിരുദ്ധശല്യം ഒഴിവാക്കുക, സ്വകാര്യ ആംബുലൻസ് ആശുപത്രി കോമ്പൌണ്ടിൽ നിന്ന് പുറത്താക്കുക, രോഗികൾക്കാവശ്യമായ കുടിവെള്ളം ആശുപത്രിയിൽ ലഭ്യമാക്കുക, ആശുപത്രി അധികൃതർ സ്വകാര്യ ലാബുകളിലേക്ക് രോഗികളെ പറഞ്ഞുവിടുന്നത് ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സൂപ്രണ്ട് കൃത്യമായി മറുപടി നൽകാത്തതിനെ തുടർന്ന് ഓഫീസ് പുറത്തുനിന്ന് പ്രവർത്തകർ പൂട്ടുകയായിരുന്നു. സൂപ്രണ്ടടക്കം 11ഓളം ഉദ്യോഗസ്ഥരും ഓഫീസിനുള്ളിൽ കുടുങ്ങി. തുടർന്ന് കൊട്ടാരക്കര SI N സുനീഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സൂപ്രണ്ടുമായും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായും ചർച്ച നടത്തി. ചർച്ചയിൽ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ദിവസത്തെ വൈദ്യുത ക്രമീകരണത്തിന് ശേഷം വ്യാഴാഴ്ച തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും രാത്രികാല സാമൂഹിക
തൊഴിൽ ശല്യം ഒഴിവാക്കാൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച സെക്യൂരിറ്റി ഗാർഡുമാരെ നിയമിക്കുമെന്നും പ്രവർത്തകർക്ക് സൂപ്രണ്ട് ഉറപ്പു നൽകി. കുടിവെള്ളത്തിനായി ആശുപത്രി അധികൃതർ 12 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് കെട്ടിവച്ചിട്ടുണ്ട്. വാൽവ് തകരാറിന്റെ പേരിൽ കുടിവെള്ളം തടസ്സപ്പെടുന്നത് പതിവാണ്. ഇക്കാര്യം വാട്ടർ അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും. സ്വകാര്യ ആംബുലൻസുകൾ ആശുപത്രി പരിസരത്ത് നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിക്കും. സ്വകാര്യ വാഹനങ്ങൾക്ക് ആശുപത്രി പരിസരത്ത് പാസ് ഏർപ്പെടുത്തുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. എന്നാൽ നിരവധി തവണ സമരങ്ങൾ നടത്തിയിട്ടും ആശുപത്രിയിലെ ശോചനീയാവസ്ഥയ്ക്ക് സൂപ്രണ്ട് പരിഹാരം കാണാത്തതിനെ തുടർന്നായിരുന്നു സൂപ്രണ്ടിനെ പൂട്ടിയിട്ടതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽപ്പെട്ടതാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ നവീകരിച്ച പ്രവർത്തനം. എക്സ്റേ ECG പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യ മരുന്നുകളില്ല, വേണ്ടത്ര നേഴ്സുമാരില്ല, കിടത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നേഴ്സുമാരോ അതിനു വേണ്ടുന്ന അത്യാവശ്യമായ ബെഡോ ഒന്നുമില്ലാത്ത ഈ വലിയ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഒട്ടനവധി സമരങ്ങൾ ഏറ്റെടുത്തു. എന്നാൽ ഇതിന് ഒന്നും തന്നെ കൃത്യമായ ഒരു മറുപടി പറയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ പൂട്ടിയിട്ടുകൊണ്ട് ഉപരോധ സമരം നടത്തിയത്. അതിന്റെ ഫലമായിട്ട് കൊട്ടാരക്കര ബഹുമാനപ്പെട്ട SIയുടെയും കൂടെ സാന്നിധ്യത്തിൽ വെച്ച് ഇന്ന് വൈകുന്നേരത്തിനകം ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാതെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുകയും ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന് സൂപ്രണ്ട് രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. ജയൻ, പ്രസിഡന്റ് കോട്ടാത്തല രാജേഷ്, അംഗങ്ങളായ ലിബുകുമാർ S. മുകേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തലവൂർ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം തലവൂരിലെ റേഡിയോ പാർക്ക് കാടുകയറി നശിക്കുന്നു. ഒരു നാടിന്റെ ചരിത്രം പറയുന്ന റേഡിയോ പാർക്ക് സാമൂഹ്യവിരുദ്ധരുടെ താവളമാണിപ്പോൾ. പത്തനാപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു കാലഘട്ടത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ വാർത്തകൾ അറിയാനുള്ള പ്രധാന കേന്ദ്രമായിരുന്നു റേഡിയോ പാർക്കുകൾ. പ്രദേശവാസികൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുകയും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രദേശത്തിന് പുറത്തുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായിരുന്നു ഇത്തരം റേഡിയോ കേന്ദ്രങ്ങൾ. ചരിത്രത്തിന്റെ ശേഷിപ്പായ തലവൂർ അമ്പലം ജംഗ്ഷനിലെ റേഡിയോ പാർക്ക് കാടുകയറി നശിക്കുകയാണ്. പാർക്കാണ് പണ്ട് കാലം മുതൽ തന്നെ ഗേറ്റ് തുറന്നിടുകയും ചെത്തിവാരിയും ആളുകൾ വന്ന് അതിനകത്ത് കയറിയിരിക്കുകയും എല്ലാവരും ചെയ്യുന്ന ഇതാണ്. ഇതിപ്പോ കുറച്ച് നാളുകൊണ്ട് ഇത് പൂട്ടിയിട്ടേക്കുക. ഇപ്പൊ തുറക്കുന്നത് പോലും ഇല്ല. പഞ്ചായത്ത് അധികൃതർ ചരിത്രത്തിന്റെ ശബ്ദമായി നിലനിന്ന റേഡിയോ പാർക്ക് സംരക്ഷിക്കുന്നതിനോ കാടുകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതിനോ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. വഞ്ചിയുടെ അവിടെയുള്ള ഒരു പാർക്കിലെ ഒരു ലൈറ്റ് 1 വർഷമായിട്ട് അത് കത്തിക്കുന്നത് പോലുമില്ല. മെമ്പറുടെ അനാസ്ഥയാണ്. പിന്നെ കാട് കയറി കിടക്കുക, ഇതിനകത്തോട്ട് കയറിയേ വേണ്ട. ഇവിടെ എങ്ങും പരിസരത്ത് നമുക്ക് പേടി അങ്ങോട്ട് കയറണ്ട. ഒരു കാലഘട്ടത്തിൽ തലവൂർ നാടിന്റെ വാർത്താവിനിമയ കേന്ദ്രമായിരുന്നു ഇപ്പോൾ കാടുകയറി നശിക്കുന്ന സാമൂഹ്യവിരുദ്ധർ താവളമാക്കുന്ന ഇവിടം. 65 വർഷം മുമ്പ് തലവൂരിലെ കൊട്ടരഴികത്ത് കുടുംബം വിട്ടുനൽകിയ സ്ഥലത്താണ് റേഡിയോ പാർക്ക് സ്ഥാപിച്ചത്. കാലാനുസൃതമായി സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ റേഡിയോ പാർക്കിനെ അവഗണനയിലേക്ക് തള്ളി. 10 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന B. അജയകുമാറിന്റെ നേതൃത്വത്തിൽ റേഡിയോ പാർക്ക് ടെലിവിഷൻ പാർക്കായി ഉയർത്തിയെങ്കിലും ഗുണമുണ്ടായില്ല. പാർക്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി പ്രദേശവാസിയായ ഒരാളെ നിയോഗിച്ചെങ്കിലും അതും ഗുണം ചെയ്തില്ല. ആളുകളെല്ലാം ഇവിടെ വന്ന് TV കാണി. 4 മണി തൊട്ട് ഏതാണ്ട് 8 മണി വരെ പിന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആളും പേരും നല്ല തിരക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കാടൊന്നുമില്ലാത്ത നല്ല രീതിയിൽ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ. TV പ്രോഗ്രാമുകളും ഇപ്പൊ പൂട്ടിയിട്ടിട്ട് ഇത്രയും കാടും ഒക്കെ കയറി പിന്നെ ജനവാസ യോഗ്യമല്ലാത്ത രീതി പാമ്പ് വലിയ ശല്യമാണ്. അതുപോലെ തന്നെ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ കുടിയന്മാരുടെ ബഹളവും രാത്രി കാലങ്ങളിൽ. ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്ന ഈ കേന്ദ്രം സാമൂഹ്യവിരുദ്ധരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പുതുതലമുറയോ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളോ മുൻകൈയെടുക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് +1 വിദ്യാർത്ഥിനിയെ ആക്രമിച്ച സംഭവത്തിൽ ദുരൂഹതയകറ്റാൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. അന്വേഷണം നിലച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. കഴിഞ്ഞ 12-ാം തീയതി +1 വിദ്യാർത്ഥിനിയെ പത്തനാപുരം ടൌണിൽ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്താത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. അന്വേഷണ പുരോഗതി വ്യക്തമാക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. സംഭവം നടന്ന് അരമാസം പിന്നിടുമ്പോഴും പ്രതികളെ കണ്ടെത്താനോ ദുരൂഹത അകറ്റാനോ പോലീസിന് സാധിച്ചില്ല. ഏതോ ദ്രാവകം മുഖത്ത് തളിച്ച ശേഷം കൈത്തണ്ടയിൽ അജ്ഞാത സംഘം മുറിവേൽപ്പിച്ചെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പുനലൂർ ഡിവൈഎസ്പി NA ബൈജുവിനാണ് അന്വേഷണ ചുമതല. സംഭവത്തിന് ശേഷം പെൺകുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിലെ ക്ലാസ് മുറിയിൽ നിന്ന് രക്തം പുരണ്ട ബ്ലേഡ് കണ്ടെടുത്തത് ദുരൂഹത സൃഷ്ടിച്ചിരുന്നു. ഈ ബ്ലേഡ് വിരലടയാള വിഭാഗവും ഫോറൻസിക് വിദഗ്ധരും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറം ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതേസമയം അന്വേഷണത്തോട് സഹകരിക്കാൻ പെൺകുട്ടിയും കുടുംബവും തയ്യാറാകുന്നില്ലെന്ന് സൂചനകളുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസ് എം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. പാർട്ടി നിയോജക മണ്ഡലം പ്രവർത്തക യോഗം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. പാർട്ടിയുടെ പൊതുതത്വമായ മാലിന്യമുക്ത കേരളത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ സജീവമാകുമെന്നും ബെന്നി കക്കാട് പറഞ്ഞു. ഫാമിംഗ് കോർപ്പറേഷൻ ബോർഡ് മെമ്പറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാനെ യോഗത്തിൽ അനുമോദിച്ചു. കെ അനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി വി എ സക്കീർ ഹുസൈൻ, പണയിൽ പാപ്പച്ചൻ, സജി ജോൺ കുറ്റിയിൽ, കോശി ജോർജ്, വി ഐ സാംകുട്ടി, ജി റജി, കെ തോമസ്, രാജൻ വർഗീസ്, രാജമ്മലാലി, പൊന്നമ്മ ജെയിൻ, മാങ്കോട് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കഴുതുരുട്ടി കറുപ്പസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തുടങ്ങി. 15 ലക്ഷം രൂപ ചെലവിട്ടാണ് ക്ഷേത്രം പുതുക്കി പണിയുന്നത്. പുളിയറ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി ശേഖർ ശർമ്മയുടെ മേൽനോട്ടത്തിലാണ് പുനരുദ്ധാരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഗണപതി ഹോമം, ഭൂമിപൂജ, സുദർശന ഹോമം തുടങ്ങിയവ ക്ഷേത്രാങ്കണത്തിൽ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ ബാർ ഹോട്ടലിന് സമീപത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കൊട്ടാരക്കര റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ സ്ഥലത്തെത്തി തെളിവെടുത്തു. പുനലൂരും കടക്കിലുമടക്കം ജില്ലയിൽ 4 സ്റ്റേഷനുകളിലെ എസ്ഐമാർക്ക് സ്ഥലം മാറ്റം. ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂട്ടിയിട്ടു. റേഷനരി കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ തെന്മല പോലീസിന്റെ പിടിയിൽ. പിടിയിലായ പ്രതികൾ റിമാൻഡിലായി. പുനലൂരിലെ വിവിധ സ്വകാര്യ ലാബുകളിലെ രോഗനിർണയ പരിശോധനാ ഫലങ്ങൾ കൃത്യമല്ലെന്ന് പരാതി. സ്വകാര്യ ലാബുകളിൽ നിന്നും ലഭ്യമാകുന്നത് നിസാര രോഗികളെ പോലും മാരക രോഗികളാക്കുന്ന പരിശോധനാ ഫലങ്ങളെന്ന് റിപ്പോർട്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.